എല്ലാവർക്കും നമസ്കാരം. അബാക് മീഡിയയിൽ ഇപ്പോഴത്തെ കുറച്ച് ദിവസത്തെ ഇൻ്റർവ്യൂസിന് ശേഷം ധാരാളം ആളുകൾ യോഗീശ്വരലിംഗ സന്നിധിയിൽ ധ്യാനത്തിന് വേണ്ടി വരണമെന്ന് ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യം രോഹിത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നറിയാം. യോഗീശ്വരലിംഗ സന്നിധിയിൽ നമ്മളിപ്പോൾ ഒരു കോൺസെൻട്രേഷൻ്റെ പൂർത്തീകരണത്തിൻ്റെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. യോഗീശ്വരലിംഗ സന്നിധി നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് ദേവിയുടെ ക്രമീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണത്തിന് മുൻപായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ യോഗീശ്വരലിംഗ സന്നിധിയെക്കുറിച്ച് പലരും ചോദിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഇത് 5 ചക്രങ്ങളാൽ പ്രതിഷ്ഠ ചെയ്തതാണ്. മൂലാധാരയും സ്വാധിഷ്ഠാനയും മണിപ്പൂരകയും അനാഹതയും അതേപോലെ ആജ്ഞയുടെ കപോല ചക്രവും കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോൺസെൻട്രേഷനാണ് യോഗീശ്വരലിംഗ സന്നിധി. പ്യുവർ ഓഫ് ദ സമാധി എനർജിയാണ് ഇതിൽ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ക്രമീകരണത്തിൽ മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം ഇവിടെ ഉണ്ടാകുന്ന ഒരു വ്യത്യസ്തമായ ഒരു പ്രോസസ്സ്, ഇപ്പോൾ ബ്രാഹ്മി 21 ഡേയ്സ് അറ്റൻഡ് ചെയ്തവർക്കും നമ്മുടെ പല ഈവൻസിൽ അറ്റൻഡ് ചെയ്തവർക്കും നന്നായി അറിയാം. ഒരു എനർജി നിങ്ങൾക്കൊരു ധ്യാന ശക്തി കിട്ടുന്നത്, നിങ്ങൾ ഡിഫറെൻ്റ് ഓഫ് എനർജി എക്സ്പീരിയൻസ് ചെയ്യുന്നതും ആ ആത്മീയ ബ്ലിസ് എന്താണെന്ന് അനുഭവിച്ചറിയുന്ന സ്റ്റേറ്റ്, അതൊരു ദീക്ഷയ്ക്ക് ശേഷം ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അതേപോലെ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ സൂക്ഷ്മ തലത്തിൽ എന്ത് ചെയ്യും, ദീക്ഷ എന്ന് പറയുന്നൊരു പ്രക്രിയ തന്നെ സംഭവിക്കും. ആ ദീക്ഷയിലൂടെ ആ രീതിയിൽ അത് സംഭവിക്കണം തന്നെ. അതിൻ്റെ ക്രമീകരണം രീതി അങ്ങനെയാണ്. ഇതിപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം പോലും ഇത് എടുക്കുന്ന ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് എൻ്റെ ഒരു സഹോദരനെ പോലെ കാണുന്ന യോഗീശ്വരലിംഗ സന്നിധിയുടെ അടുത്തുള്ളൊരു കുട്ടിയാണ്. എത്രല്ല കുഞ്ഞ് നീ പഠിക്കുന്നത്? 8. അവൻ 8ലാണ് പഠിക്കുന്നത്. ഇവനെ പ്രതിഷ്ഠാപനം അനുഭവിച്ച് ഇപ്പം നമ്മളിവിടെ വന്ന് പരിചയപ്പെട്ടതാണ് ഉഷാമ്മയോടൊപ്പം. പലപ്പോഴും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പലപ്പോഴും ഇവനെ കൊണ്ട് എടുപ്പിക്കാൻ പേടിയാണ്. ഇവൻ പലപ്പോഴും അങ്ങോട്ട് ആ ഒരു എനർജി കൊണ്ട് ഇവൻ വീഴുന്നത് പോലെ ഇവൻ പലപ്പോഴും പോയിട്ടുണ്ട്. പലപ്പോഴും ഇവനെ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവൻ്റെ ചക്രങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണത്വത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവൻ എനർജിയെ താങ്ങാൻ പറ്റാത്തത്. അപ്പം ഗുരു എന്ന് പറയുന്ന ഒരു പ്രസൻസ് വളരെ വലുതാണ്. എൻ്റെ അരികിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന അത്രത്തോളം നിമിഷം നിങ്ങൾക്ക് ആത്മീയത എന്താണെന്ന് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെ സൂക്ഷ്മ തലത്തിൽ ഒരു ക്രമീകരിച്ചുള്ള രീതിയിൽ ഇവിടെ ഒരു കാര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് സൂക്ഷ്മ തലങ്ങളിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു ഇൻഫിനിറ്റി പോലെ അത് പ്രവർത്തിക്കുന്നുണ്ട്. ആ ദീക്ഷയ്ക്ക് ശേഷം ഈ 5 ചക്രങ്ങളുമായിരിക്കുന്ന ക്രമീകരണം നമ്മളിൽ പ്രവർത്തിക്കും. എന്നാൽ ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമുക്ക് ദേവിയും കൂടി കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുകൊണ്ടും ഏകദേശം യോഗീശ്വരലിംഗ സന്നിധിയുടെ ഒരു പ്രവർത്തന രീതി നമ്മൾ ഏകദേശം ഒരു 3 വർഷങ്ങൾക്കകം തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. നമുക്കിത് മറ്റുള്ള രീതിയിലുള്ള പണിഞ്ഞെടുക്കുന്ന ഒരു രീതി പോലെയല്ല. നമുക്ക് എനർജി ബേസിൽ കുറേ കാര്യങ്ങൾ ഇവിടെ പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ അതായതായിട്ടുള്ള രീതിയിൽ പല രീതിയിൽ ഇപ്പോൾ ഉടൻ തന്നെ നമ്മൾ ഒരു അമാവാസി ദിവസത്തിൽ ഒരു പൗർണമി ദിവസത്തിൽ ഇവിടെ ഒരു സർപ്പ ക്രമീകരണ രീതിയിൽ സർപ്പ ബലി കാണും. അതിനൊക്കെ ശേഷം ഓരോരോ ക്രമീകരിച്ചുകൊണ്ടുള്ള അതാതായിട്ടുള്ള സംരക്ഷണങ്ങൾ എനിക്ക് ക്രമീകരിച്ച് വരുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ പ്രതിഷ്ഠാപനങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുന്നത്. അതിന് ശേഷം ഈ ലോകത്തുള്ള എല്ലാ മാനവനും ഇൻറ്റൻസീവായിട്ടുള്ള സാധകരെ ഇവിടെ വെൽക്കം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം വന്ന് എനർജി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യനും വലിയൊരു സ്പിരിച്വൽ റെവല്യൂഷനാണ് യോഗീശ്വരലിംഗ സന്നിധിയിലൂടെയും ഈ ഒരു ആദിഗുരുജി ഫൗണ്ടേഷനിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ധ്യാനം എന്താണെന്നറിയാത്തവർക്ക് പോലും ഏതാനും നിമിഷങ്ങളുകൊണ്ട് ആ എനർജിയും വൈബ്രേഷനും ട്രൂ സ്പിരിച്വാലിറ്റി എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും ഇതുവരെ കാര്യങ്ങൾ ഗ്രഹിച്ചതുപോലെ ഇതിന് ശേഷം ഇവിടെ വന്നു പോയതിന് ശേഷം വേറൊരു രീതിയിലായിരിക്കും നിങ്ങൾ കാര്യങ്ങളെ ഗ്രഹിക്കുന്നത്. ആ ഉയർന്നൊരു തലത്തെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് നൽകാനും പോകുന്നത്. ഇതാണ് എൻ്റെ വാഗ്ദാനവും, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സും. ഇതിവിടെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ. ഇത് ഇൻറ്റൻസീവായിട്ടുള്ള സാധകർക്കായിട്ട് അതാത് സാധന ക്രമീകരണത്തിലൂടെ ഇതെന്തായാലും ഒരുങ്ങി നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ വരിക തന്നെ ചെയ്യും. നമസ്കാരം.